ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ആഫ്റ്റർ എ ലോങ് ടൈം പരീക്ഷയുടെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിഹാൽ സാർ വന്നിട്ടുള്ളത്. എന്താ നിഹാൽ സാറെ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നുമില്ല, ഒരു വളരെ പരീക്ഷ ഞങ്ങൾ അങ്ങ് വിട്ടോ. പക്ഷേ ഞങ്ങളൊരിക്കലും നിങ്ങൾ വിടാനായില്ല, കാരണം നിങ്ങൾ +2 പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളെ വിടുള്ളൂ. പ്രധാനപ്പെട്ട ഒറ്റ കാര്യം സൂചിപ്പിക്കാനാണ്, നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. മാറുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. നിങ്ങൾ +1 പരീക്ഷ ചെയ്ത സമയത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്ന ചോദ്യങ്ങൾ വരും, ഇന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റങ്ങളൊന്നും വരില്ല, നമ്മൾ വളരെ കോൺഫിഡൻസിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ +1 എക്സാമിൽ പല മാറ്റങ്ങൾ നിങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെ കൊമേഴ്സ് ആയിരിക്കും, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, വലിയ ജോഗ്രഫി ആയിക്കോട്ടെ, +1 സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ബാച്ചിൻ്റെ ഭാഗമായി നിങ്ങൾ മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നില്ല. ഇന്ന കാര്യങ്ങളായിരിക്കും മാറ്റം സംഭവിക്കുക, ഇന്ന രീതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇൻഫർമേഷനും നൽകാതെ ടപ്പേ ഇടിപടി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പോലെ ഇരുട്ടത്തടി കിട്ടിയ പോലെയാണ് പല മാറ്റങ്ങളും നമ്മുടെ ഈ വർഷത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വരുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോഴും മാറാത്ത നിങ്ങൾ, അതായത് മാറുന്ന എഡ്യൂക്കേഷനും മാറാത്ത നിങ്ങളുമാണ് ഈ ഒരു കോംബോയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ യു വിൽ ബി ദ അട്ടർ ഫീലർ. ഒരു സംശയം വേണ്ട, നിങ്ങൾ ഈ വർഷം അല്ലെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും +2 എത്തുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടന്മാരായി മാറും, ഒരു സംശയമില്ല. എസ്പെഷ്യലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ ആളുകളില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഞാൻ വെറുതെ നിങ്ങളെ രണ്ടാം തരക്കാരായിട്ട് അങ്ങനെയൊന്നും ഞാൻ നിങ്ങളെ പറയല്ല, ഒരിക്കലുമല്ല. സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിട്ട് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസാർക്ക് ഇഷ്ടം പോലെ ഗൈഡിന് പല ചാനൽസ് ഉണ്ട്, പല സംവിധാനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. എല്ലാവർക്കും സയൻസാരെ മതി. പക്ഷേ കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കുട്ടികൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ ആളുകളില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ എക്സ്ക്ലൂസീവ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ എപ്പോഴും ഞങ്ങൾ വരാറുണ്ട്, കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കുട്ടികൾക്ക്. സോ ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ഓറിയൻറ്റേഷൻ നടക്കുന്നുണ്ട്. +2 ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നിർബന്ധമായി നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. +2 ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ്. എന്തിനാണ് സാറേ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടല്ലോ, ഇന്ന് 7 PM നമ്മൾ ഓറിയൻറ്റേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ വർഷം ഞങ്ങളുടെ പ്ലാൻ? അതായത് നമ്മൾ മാറാനിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും അല്ലെങ്കിൽ എഡ്യൂപോർട്ട് +2 വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് നൽകാൻ വേണ്ടി പോകുന്നത് പറ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓറിയൻറ്റേഷൻ ലൈവ് ഇന്ന് നടക്കുന്നുണ്ട്. സോ നിർബന്ധമായി നിങ്ങൾ അതിന് പങ്കെടുക്കുക. അത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നത്. ഞാൻ ഈ ഒരു കോംബോ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മാറുന്ന എഡ്യൂക്കേഷൻ മാറാത്ത നിങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിഹാൽ പോസ്മൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ റീസെൻ്റ് അതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ്, അല്ലെങ്കിൽ ആഫ്റ്റർ +2 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സിനെ പറ്റിയുള്ള വീഡിയോസ്, അതിന് താഴെ വരുന്ന കമൻസ് ഒക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ അടുത്ത വർഷം നേരിടാൻ വേണ്ടി പ്രശ്നങ്ങൾ എന്തെല്ലാം. വലിയൊരു ക്രൈസിസിൽ നിങ്ങൾ എത്തും കൃത്യമായി ഇതിൽ പഠിച്ചില്ലെങ്കിൽ, മാർക്കില്ലെങ്കിൽ. സോ ബാക്കി ഡീറ്റെയിൽസ് കൃത്യമായി 7 മണിക്ക് ഞാൻ പറയും. കറക്റ്റ് 7 മണിക്ക് നിങ്ങൾ ഓറിയൻറ്റേഷനിൽ എത്താൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. നിങ്ങളുടെ കൺസേൺ അബൌട്ട് +2 താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ഒരിക്കലും ഇവിടെ നിർത്താൻ വേണ്ടി പോലെ ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ എഡ്യൂപോർട്ട് +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ +1 ആരാലും ഇനി +2 പോവുകയാണ്. സോ +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.